ഞങ്ങൾ എല്ലാവരും കൈകൾ ഉയർത്തി കർത്താവിന്റെ ദാസനെ ഞങ്ങളുടെ യോഗത്തിലേക്ക് സ്വീകരിക്കുന്നു. ഞങ്ങളുടെ യോഗത്തിലേക്ക് കടന്നു വരുവാൻ അവിടുന്ന് കാണിച്ച നല്ല മനസ്സിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. മുന്നോട്ടുള്ള 45-50 മിനിറ്റുകൾ കർത്താവിന്റെ ദാസന് ദൈവത്തിന്റെ അരുളപ്പാടുകളെ ഞങ്ങളുടെ മുന്നിൽ പ്രസ്താവിക്കാനുള്ള സമയമാണ്. അതിനായിട്ട് ഞങ്ങൾ സമയം കർത്താവിന്റെ ദാസന് നൽകുന്നു. താങ്ക് യു. ട്രാൻസ്ലേഷൻ ചെയ്യുമല്ലോ അല്ലേ? താങ്ക് യു. അയ്യാ, കർത്താവിന്റെ ധന്യനാമം വാഴ്ത്തപ്പെടട്ടെ. हमारा प्रभु यीशु मसीह की पवित्र नाम आज का दिन में यहाँ महिमा होने पाए. എനിക്ക് വലിയ സന്തോഷമുണ്ട് ഇങ്ങനെ ഈ മീറ്റിംഗിൽ വന്ന് ദൈവദിനം പങ്കെടുക്കുവാൻ ശുശ്രൂഷിപ്പാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. मैं बहुत खुश हूँ आज आप लोगों के बीच में आकर ये उत्तर भारत का ये सेवकाई का एक भागीदारी होने के लिए प्रभु ने मेरे जीवन में अवसर दिया. പ്രിയ പാസ്റ്ററോട് വളരെ ഞാൻ കടപ്പെട്ടിരിക്കുന്നു, വളരെ നന്ദി പറയുന്നു. हालेलुया. कलीसिया से मैं बहुत ज्यादा आभारी हूँ. പാസ്റ്റർ PS ജോണി പാസ്റ്റർ മുഖാന്തരമായിട്ടാണ് നമ്മളൊരു ആത്മീയ ബന്ധം നമുക്ക് ഉണ്ടായത്, അത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. हालेलुया. प्रभु का श्रेष्ठ दास जोनी कुटी पास्टर के द्वारा हम दोनों का मुलाकात हालेलुया है. उसी दिन से हम प्रार्थना में याद करते हैं. എങ്കിലും എനിക്ക് വലിയ സന്തോഷം നോർത്തിലെ ഇതുപോലെ ഒരു വലിയ സമർപ്പണത്തോടും ദർശനത്തോടും കർത്തൃവേലയിലായിരിക്കാൻ കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും ദൈവം സഹായിച്ചല്ലോ. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. प्रभु की सेवा करने के लिए हम नियुक्त किया हुआ हर एक प्रभु का दासों को उनकी मन के लिए मैं परमेश्वर को धन्यवाद करता हूँ. ഞാൻ എന്റെ ജീവിതാനുഭവവും അതുപോലെ തന്നെ ചില ദൈവദിനത്തിലെ ചില ചിന്തകളും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. मैं मेरा जीवन का कुछ एक गवाहियां परमेश्वर ने दिया हुआ कुछ एक वचनों को मैं आपके सामने प्रयास करना चाहता हूँ. ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു ദൈവദിന വാക്യം ഞാൻ നിങ്ങളെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നു. അത് 1 തിമോത്തിയോസിന്റെ ലേഖനം 6:11 വാക്യമാണ്. 1 തിമോത്തിയോസ് 6:11. मैं एक साधारण सुसमाचार का वचन मैं आपको बताना चाहता हूँ. पहला तिमोथियोस उसका 6 का 6:11 വാക്യം. वचन मैं आपके सामने पढ़ना चाहता हूँ. അവിടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് തന്റെ ശിഷ്യനെ വളരെ മാന്യമായിട്ട് സംബോധന ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട വാക്കുകൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. वहां प्रेरित पौलुस अपनी चेला तिमोथी को बड़े आशीष के द्वारा उनको उपदेश देते हुए वहां हम देख सकते हैं. നമ്മളെല്ലാവരും ഒരു കാര്യം ഓർക്കണം, നമ്മളെല്ലാം ദൈവത്തിന്റെ ദാസന്മാരും ദൈവത്തിന്റെ മക്കളുമാണ്. हम लोग सब याद ये करते रहिएगा, हम सब परमेश्वर का संतान और प्रभु यीशु मसीह के दास लोग हैं. നമ്മളെ ആ പദവിയിലേക്ക് ദൈവം കൊണ്ടുവരുവാനായിട്ട് ഇടയായി തീർന്നു. അത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. हम लोगों को सबको प्रभु इतनी बड़ी ये विश्वास में लाने के लिए सर्वशक्तिमान ने हमारे जीवन में असुलभ अवसर दिया. നമ്മുടെ ജീവിതമല്ല ഇതുപോലെ എന്നൊരു ദൈവത്തിന്റെ മനുഷ്യനായിട്ട് ദൈവത്തിന്റെ പൈതലായിട്ട് എപ്പോഴും വിശ്വസതയോടെ ദൈവത്തിനോട് നിൽക്കണം. അത് ദൈവം ആഗ്രഹിക്കുക. हालेलुया. हम लोगों से परमेश्वर यही चाहते हैं हम वफादारी के साथ प्रभु के संग रहे. നമുക്കറിയാം ഇന്ന് ലോകമെല്ലാം ഒത്തിരി പ്രതിസന്ധിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. हम लोग सब जानते हैं ये दुनिया पूरा बहुत बड़ा प्रतिकूल अवस्था में जा रहे हैं. നോർത്ത് ഇന്ത്യയിൽ ആ പ്രതിസന്ധി ഉണ്ട്, കേരളത്തിൽ അതിന്റെ പ്രതിസന്ധികളുണ്ട്. हालेलुया. हम जानते हैं उत्तर भारत में भी, हमारा दक्षिण भारत केरल में भी उसका परेशानियों को हम सामना कर रहा है. അപ്പൊ ഈ സാഹചര്യത്തിലൊക്കെ നമ്മൾ ദൈവത്തിന് വേണ്ടി ദൈവത്തിന്റെ മനുഷ്യനായിട്ട് ദൈവത്തിന്റെ പൈതലായിട്ട് വിശ്വസിച്ചോടെ നിൽക്കണം. हालेलुया. इतनी बड़ा परेशानी के बीच में भी हम परमेश्वर की जन बनकर रहना परमेश्वर हमारे जीवन से चाहते हैं. ഞാൻ ഒരു കാര്യം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ലോകം ദൈവത്തിന് ചില പദ്ധതികൾ ദൈവം ഭംഗിയായിട്ട് ദൈവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. प्रभु अपनी योजनाओं को धरती पर हर जगह से प्रभु करते जा रहा है. നമുക്കറിയാം സാധാരണ ഇങ്ങനെ നെല്ലും പതിരും തമ്മിൽ വേർതിരിക്കുന്നത് പോലെയുള്ള ഒരു സാഹചര്യം. മണി ദൈവത്തിന്റെ പൈതലാണോ അതോ എങ്ങനെ സമർപ്പണത്തോടെ നിൽക്കുന്നു എന്ന് ദൈവം അറിയാൻ ആഗ്രഹിക്കുന്നു. हालेलुया. हम जानते हैं जैसे दान और बोसा को अलग अलग करते उसी जैसे प्रभु परीक्षाओं का द्वारा धरती के अलग अलग बातों का द्वारा हमारे जीवन में प्रभु चाहते हैं कि हम किस तरीके से प्रभु की चरणों में बने रहेंगे. ദൈവത്തിന് വേണ്ടി വളരെ വിശ്വസ്തയോടെ നിൽപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. प्रभु के लिए वफादारी के साथ रहने के लिए प्रभु हमारे जीवन से चाहते हैं. എന്റെ പേര് പ്രിയപ്പെട്ട പാസ്റ്റർ ഇവിടെ പൊതുവിൽ പറഞ്ഞു, എന്റെ പേര് സജി എന്നാണ്. मेरा नाम प्रभु का दास ने बोला इसलिए मैंने नहीं बोला. मेरा नाम सजी है. ഞാൻ കേരളത്തിൽ ഇടുക്കിയിലെ അടിമാലിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു.
मैं केरल में इडुक्की डिस्ट्रिक्ट जो पहाड़ी डिस्ट्रिक्ट में मैं प्रभु की सेवा करते आ रहा हूँ। ഞാൻ കേരളത്തിലെ നോർത്ത് ഇന്ത്യ ആണ് ഈ ഇടുക്കി ജില്ല. केरल का उत्तर भारत की जैसा ही जगह है ये इडुक्की का प्रदेश। വളരെ പരിമിതികളൊക്കെ ഉള്ള കുന്നും മലയൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ഇവിടെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച് കർത്തൃവേല ചെയ്തുകൊണ്ടിരിക്കുന്നു. यहाँ बहुत तेरे परेशानियों को मुश्किलों को मुझे भी सामना करना पड़ता है, लेकिन प्रभु इस सब बातों में मुझे बचाकर, मेरे परिवार को बचाकर प्रभु की सेवा करने के लिए मुझे ദൈവം എന്നെ ഈ പദവിയിലേക്ക് കൊണ്ടുവന്നതിൽ ഞാൻ വലിയ സന്തോഷവാനാണ്. प्रभु मेरे ये पदवी में ले आया, मैं इसमें बहुत खुश हूँ। ഞാൻ ഒരു ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. मैं एक मसीह परिवार में भला जन्म होकर बड़ा हुआ है। അവിടുന്ന് നാട്ടിൽ നിന്ന് എന്റെ മാതാപിതാക്കളൊക്കെ ഇതുപോലെ ഹൈ റേഞ്ചിലേക്ക് കുടിയേറി പാർത്തു. मेरा माता पिता लोग हालेलुया जो मध्य केरल से जो हमारा जो नॉर्थ केरला की तरह पहाड़ी एरिया की ओर हालेलुया अपना घर बसाया। ഇവിടെ വന്ന് ഞങ്ങളുടെ ജീവിതമൊക്കെ ആരംഭിച്ചു. എന്റെ വിദ്യാഭ്യാസമൊക്കെ തുടങ്ങി. എന്നാൽ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടായിരുന്നില്ല. यहाँ आकर हम लोगों ने अपने जीवन को बनाना शुरू किया, लेकिन जो शांति के अनुभव होना चाहिए वो हमारे जीवन में नहीं मिल पाया। എനിക്ക് പിതാവും മാതാവും ഉണ്ട്. मेरा पिता और माता मेरे साथ है। പക്ഷെ ഒരു കാര്യം, എന്റെ പിതാവ് ഒരു ഭയങ്കര മദ്യപാനിയായിരുന്നു. मेरे पापा ज्यादा शराब पीने वाला एक व्यक्ति थे। അങ്ങനെ കുടുംബാന്തരീക്ഷമൊക്കെ താറുമാറായി വളരെ നിരാശയോടുള്ള ഒരു ജീവിതമായിരുന്നു ജീവിതത്തിലുണ്ടായിരുന്നു. हालेलुया, हमारा परिवार टूटे हुए परिवार थे, बहुत निराशा के साथ हमारा जीवन चल रहे थे, गुजर रहे थे। മദ്യപാനം കൊണ്ട് എന്റെ ജ്യേഷ്ഠൻ നാട് വിട്ടു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. मेरा बड़े भैया शराबी की घर की वजह से घर छोड़कर भाग गए थे। ഒത്തിരി പ്രതിസന്ധികൾ ജീവിതത്തിൽ ഇങ്ങനെ അഭിമുഖീകരിക്കേണ്ടി വന്നു. बहुत तेरे परेशानियों को जीवन को सामना करना पड़ा। ഈ ആത്മീയ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ദൈവം ഇടയാക്കി തീർത്ത ഒരു പാവപ്പെട്ട ഒരു അമ്മച്ചി മുഖാന്തരമായിട്ടാണ് ഞാൻ വിശ്വാസത്തിലേക്ക് വരുവാൻ കഴിയുന്നത്. बहुत गरीब एक मम्मी है, जो बुढ़िया मम्मी है, उन्होंने हमको सुसमाचार बताने की वजह से मैं हालेलुया हमारी परिवार प्रभु में हुआ है। ആ അമ്മയുടെ അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ ഇളക്കി മറിക്കുവാനായിട്ട് ഇടയായി. वो मम्मी का, बुढ़िया मम्मी की जो जीवन का गवाही हमारी जीवन को हालेलुया हिलाने जल गया, डगमगाने लगा। ഈ മീറ്റിംഗ് പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഓർക്കണം, അമ്മച്ചിമാർക്കും സഹോദരിമാർക്കും അപ്പച്ചന്മാർക്കും എല്ലാം ഒരു മിനിസ്ട്രി ഉണ്ട്, ഒരു ശുശ്രൂഷയുണ്ട്. हालेलुया, मैं आज आपके बीच में ये घोषणा कर सकता हूँ, करना चाहता हूं कि मेरे ये द्वारा ये वचन सुनने वाला, चाहे मम्मी बुढ़िया मम्मी लोग हो या बुढ़ा पापा लोग हो, चाहे छोटे बच्चे, सभी का अलग अलग एक सेवकाई पक्का है, इसमें कोई शक नहीं है। നമ്മുടെ കഴിവുകളും നമ്മുടെ താലന്തുകളും ദൈവത്തിന് വേണ്ടി കൊടുത്താൽ ദൈവം നിങ്ങളെ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. आपके पास क्या सिद्धि है, वो सिद्धि को देखकर प्रभु ने आपको उपयोग करते रहे, इस्तेमाल करते रहेगा। ദൈവം മിടുക്കന്മാരെ അല്ല ഉപയോഗിക്കുന്നത്, ദൈവം അപ്രസക്തരെയും ദൈവം ഉപയോഗിക്കും. हालेलुया, प्रभु बहुत बड़े पढ़े लिखे और बड़े हालेलुया ज्ञानियों को प्रभु नहीं चुनते हैं। ഈ മീറ്റിംഗ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ താഴ്മായ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് കൊടുക്കണം, കർത്താവേ എന്നെ ഉപയോഗിക്കണമേ എന്നും പറയണം. आप जब ये वचन सुनते हैं तब आप ये बोलिएगा, पिताजी मुझसे भी इस्तेमाल करे, मुझे भी आपके राज्य के लिए इस्तेमाल करने पाए। മാതാവ് എന്റെ വീട്ടില് ദൈവവചനം ശാന്തമായി പറയാൻ തുടങ്ങി. जब हम लोग बहुत बड़ा संघर्ष में जब चल रहे थे, बुढ़िया मम्मी हमारे घर में विजिट करने लगा, हम लोगों को सुसमाचार के बारे में, यीशु मसीह के बारे में बोलने लगा। എന്റെ പിതാവ് മദ്യപാനി ആയിരുന്നെങ്കിൽ അപ്പോൾ തന്നെ എന്റെ മാതാവ് ഒരു ആക്സിഡന്റിൽ വൈദ്യശാസ്ത്രം ഉപേക്ഷിക്കപ്പെട്ട സാഹചര്യമായിരുന്നു എന്റെ മാതാവിന് ഉണ്ടായിരുന്നത്. मेरा पप्पा तो शराबी तो था ही, उसी के द्वारा मेरी मम्मी का जीवन जो दवाई के बिना न चंगा ना हो सकता था, इस जगह पर मेरी मम्मी हुआ था। എന്നും ഇങ്ങനെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പോലെ സന്ധിയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കുമെന്ന് പറഞ്ഞതുപോലെ എന്നും എന്റെ വീട്ടിൽ വിലാപത്തിന്റെ അനുഭവങ്ങളായിരുന്നു. हालेलुया, जैसे प्रभु का भजन संगीता में कहता है, शाम को हालेलुया दुख का बहुत बड़ा रोने का आवाज घर से निकलते हैं, इसी जैसा मेरे घर में रोज रोना पीटना शुरू हुआ था। അങ്ങനെ ഒരു ദിവസം ആ മാതാവ് പറഞ്ഞു, ഇനി ഞാൻ ചില ദിവസങ്ങൾ ഞാൻ ജോലിക്ക് വരത്തില്ല, ഞാൻ എന്റെ വീട്ടിൽ പ്രാർത്ഥനയ്ക്കിരിക്കുകയാണ്, കഴിയുമെങ്കിൽ നിങ്ങളൊന്ന് വന്നാലേ നിങ്ങളുടെ വീടിന്റെ സ്ഥിതികൾക്ക് മാറ്റം ഉണ്ടാകും എന്ന് പറഞ്ഞ അങ്ങനെ ഒരു ഉപദേശം എന്റെ വീട്ടിൽ പറയാനിടയായിരുന്നു. वो मम्मी ने हमारे घर में कहा, हमारे उधर जो बगीचे होते हैं, जैसे क्या
इलायची वगैरह का जो बगीचा होते है उसी पे मम्मी काम करने वाली थी। तब मम्मी ने बोला मैं अभी 2-4 दिन तक मैं काम में नहीं आऊंगा, मेरा घर में एक उपवास प्रार्थना है, अगर आप लोग चाहते हो तो एक बार मेरे घर विजिट कीजिए। എന്നാൽ ഒരു കാര്യം ഞാൻ ഓർക്കണം, നാളുകൾ എന്റെ വീട് വിട്ടു പോയ മകൻ അല്ലെങ്കിൽ ജ്യേഷ്ഠന്റെ ഒക്കെ സാഹചര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് മനസ്സില്ലാ മനസ്സോടെ ഈ പ്രാർത്ഥനയ്ക്ക് വന്ന് സംബന്ധിക്ക് പോകാനായിട്ട് हम लोगों को वहां जाने का बिल्कुल मन नहीं था, लेकिन मेरी बड़े भैया घर छोड़ कर गए थे। इसी दुख की वजह से मेरी मम्मी वाले चाहते थे कि एक बार चले, वो बुढ़िया मम्मी के घर में जाए, प्रार्थना में एक बार शामिल तो होने पाए। ആ പ്രാർത്ഥനയാണ് എന്റെ കുടുംബാന്തരീക്ഷത്തെ മാറ്റിമറിക്കുവാനായിട്ട് वो बुढ़िया मम्मी की घर में जो उपवास प्रार्थना चलाए था, जो हमारी घर को प्रभु ने बदलने लगा। എന്റെ പിതാവിന്റെ മദ്യപാനത്തിൽ നിന്ന് ദൈവം വിമുക്തനായി, എന്റെ മാതാവിനെ ദൈവം സൗഖ്യമാക്കി। मेरा पापा को पूर्ण रूप से शराबी की नशा से ये प्रार्थना का जो उपवास प्रार्थना कार्य किया, और मेरी मम्मी को प्रभु ने छूक कर चंगा किया। എന്റെ ജ്യേഷ്ഠനെ മടങ്ങി വരുവാൻ ഇടയായി തീർന്നു। वो प्रार्थना के बाद मेरे बड़े भैया जो घर छोड़ के चले गए थे वो वापस आने लगा। ഇത്രമാത്രമുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നതുകൊണ്ട് ശാന്തമായിട്ട് ബൈബിൾ വായിക്കാനും ബൈബിൾ പഠിക്കാനും ഞാൻ തീരുമാനമെടുത്തു। इस तरीके का चमत्कार जब हमारे घर में हुआ तो मैं बिल्कुल भजन पढ़ने के लिए, वचन को ध्यान करने के लिए शुरू किया। അത് ജീവിതത്തിന് വലിയ മാറ്റങ്ങളിലേക്ക് എനിക്ക് വരുവാനായിട്ട് ദൈവം ഭാഗ്യം നൽകി। वो मेरे जीवन में बहुत बदलाव की कारण हुआ। 1980 ഞാൻ ഈ വിശ്വാസ ജീവിതത്തിലേക്ക് വരുവാനായിട്ട് ഇടയായി തീർന്നത്। 1980 में मुझे ये प्रभु की पवित्र सेवकाई में जुड़ने का प्रभु ने अवसर दिया। ആ വർഷത്തിൽ ഫെബ്രുവരി മാസത്തിൽ തന്നെ എനിക്ക് സ്നാനപ്പെടുവാൻ ദൈവം ഭാഗ്യം നൽകി। 1980 में मैंने फरवरी महीने में मैंने पिता पुत्र और पवित्रात्मा के नाम का बपतिस्मा ले लिया। 82 മുതൽ ഞാൻ 82 മുതൽ 86 വരെ എനിക്ക് ബൈബിൾ സ്കൂളിൽ ദൈവവചനം പഠിക്കാൻ അവസരം നൽകി। 82 से लेकर 86 तक परमेश्वर का पवित्र वचन पढ़ने के लिए सर्वशक्तिमान ने मेरे जीवन में अनुग्रह किया। പഠനം കഴിഞ്ഞ ശേഷമായി ഇടുക്കിയിൽ ഞാൻ ഈ വർഷങ്ങൾ ഇത്രയും വർഷങ്ങൾ എനിക്ക് പ്രവർത്തനത്തിലായിരിക്കാൻ ദൈവം ഭാഗ്യം നൽകുവാനായിട്ട്। वहां से वचन पढ़ने के बाद उसी 86 से लेकर प्रभु की दया से हालेलुया आज तक पिछला 34 साल से प्रभु की सेवा ये पहाड़ी देशों में मैं करने के लिए प्रभु ने मुझे मौका दिया। 1990 എന്റെ വിവാഹം കഴിഞ്ഞു, എനിക്ക് സഹധർമ്മിണിയും 2 മക്കളും ഉണ്ട്। 1990 में मेरी शादी हुआ, मुझे हालेलुया 2 बच्चे हैं। ഞങ്ങൾ കൂട്ടായിട്ടാണ് കർത്തൃവേല ചെയ്യുന്നത്। हम लोग मिलकर प्रभु की सेवा करते हैं। ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, ദൈവം ആത്മാക്കളെ നൽകുന്നു, ദൈവം വലിയ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്। हमारी सेवकाई को प्रभु बहुत आशीष देते हैं, बढ़ोतरी करते, बहुत तेरे आत्मा को प्रभु दे रहा है। കേരളത്തിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും ഒക്കെ ദൈവം നിങ്ങൾക്ക് നല്ല കൂട്ടായ്മകൾ ദൈവം തന്നുകൊണ്ടിരിക്കുന്നു। നിങ്ങളുടെ വലിയൊരു പ്രാർത്ഥന ഞങ്ങൾ വേണ്ടി ചോദിക്കുകയും കൂടെ ചെയ്യുകയാണ്। हालेलुया। केरल और तमिलनाडु का बॉर्डर बनता है, तमिलनाडु देश में भी जाकर प्रभु की वचन को घोषणा करने के लिए प्रभु ने हमें अवसर दे रहा है। आप लोगों का भी प्रार्थना मेरी सेवकाई में मैं चाहता हूँ। യൂപിയിലെ പ്രവർത്തനങ്ങൾ കർത്തൃദാസനെയും കുടുംബത്തെ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ। प्रभु के दासों को इस देश में हालेलुया परमेश्वर बहुतायत से इस्तेमाल करने पाए। അവിടെയുള്ള കുടുംബങ്ങളെ, വിശ്വാസ കുടുംബങ്ങളെ എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു। विश्वासी गणों को प्रभु बहुतायत से आशीष देने पाए। ഞാൻ ദൈവവചനത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുകയാണ്। प्रभु की वचन की ओर आना चाहता हूँ। തിമത്യോസിന്റെ ലേഖനം 6:11 അപ്പോസ്തലനായ പൗലോസ് തിമത്യോസിനോട് പറയുന്ന ഒരു അനുഗ്രഹീതമായ ചിന്തയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്। हम लोगों ने यहाँ ध्यान करने के लिए निकाला हुआ वचन है हालेलुया प्रभु का दास प्रेरित पौलुस अपनी चेला अपने द्वारा विश्वास में आए तिमोथियुस को बढ़ाया हुआ बड़े अनुग्रहित वाला एक वचन है, यहाँ हम देख सकते हैं। ദൈവത്തിന്റെ മനുഷ്യനായിട്ട് എന്നും വിശ്വസ്തയോടെ നിൽക്കണമെന്നാണ് പൗലോസ് തിമോथियुസിനോട് പറയുന്നത്। प्रेरित पौलुस तिमोथियुस को बता रहा है तुम परमेश्वर का जन बनकर रहना है। വേദപുസ്തകത്തിലെ നമുക്കറിയാം, നമുക്ക് ദൈവം വായിച്ചു വരുമ്പോൾ പല പേരുകളിൽ ദൈവം മനുഷ്യനെ ഇങ്ങനെ സംബോധന എടുത്തു പറഞ്ഞിട്ടുണ്ട്, എടുത്തെടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്। हम प्रभु की वचन जब ध्यान करके पढ़ते तो मनुष्यों को परमेश्वर ने अलग अलग नाम के द्वारा हालेलुया बुलाया गया हुआ है। നാം കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുമ്പോൾ കണക്കുന്ന ഒന്നാം മനുഷ്യനായ ആദാം എന്ന് പേര് കൊടുത്തിട്ടുണ്ട്। ഒന്നാം മനുഷ്യനായ ആദാം। हालेलुया। हम कोरिन्थियों को पत्री जब पढ़ते हैं वहां लिखा है पहला मनुष्य आदम। വേറൊരു ഭാഗത്ത് പ്രാകൃത മനുഷ്യൻ എന്ന് കൊടുത്തിട്ടുണ്ട് പേര്। हालेलुया। एक जगह पर लिखा है प्राकृतिक मनुष्य।
അത് നമുക്കറിയാം, പാപം ചെയ്ത് ദൈവവുമായിട്ട് അന്യപ്പെട്ട് ജീവിച്ച മനുഷ്യന് കോമൺ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു പേരാണ് പ്രാകൃത മനുഷ്യൻ. हालेलुया, वो हम जानते हैं। हालेलुया, पाप करने कर शैतान के कब्जे में हुआ मनुष्यों को सबके लिए बोला हुआ एक नाम है प्राकृतिक मनुष्य। മറ്റൊരു പേരാണ് പഴയ മനുഷ്യൻ എന്ന് പേര് കൊടുത്തിട്ടുണ്ട്, പഴയ മനുഷ്യൻ എന്ന്. हालेलुया, और जगह पे बोला है पुराना मनुष्यत्व करके बोला हुआ है। അത് നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. ഈ പഴയ മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരു പിക്ചർ നമ്മൾ അറിയാതെ നമ്മളെ ഇങ്ങനെ പുറകെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. हालेलुया, ये पुराना मनुष्यत्व है, हर एक व्यक्तियों में है, हम जाने अनजाने में हमारी पीछा करते रहता है वो। അതുകൊണ്ടാണ് നമ്മള് പൗലോസ് പറഞ്ഞല്ലോ, പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയണമെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു പദം ബൈബിളിൽ ഉണ്ടല്ലോ. इसलिए प्रभु का दास पत्री में लिखा है, तुम्हारी पुराना मनुष्यत्व को तुमको उतार कर फेंकना करके लिखा है। പുതിയ മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട്, പുതിയ മനുഷ്യൻ എന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. नया मनुष्यत्व के बारे में भी बाइबल में लिखा हुआ है। വീണ്ടും ജന്മം പ്രാപിച്ചവരെല്ലാം പുതിയ മനുഷ്യരാ. हालेलुया, जो जिन्होंने उद्धार पाया है, नया जन्म लिया है, यीशु मसीह को कबूल किया हुआ हर एक व्यक्ति नया मनुष्यत्व है। അതാണ് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി എന്ന് പറയുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. इसलिए प्रभु पौलुस कोरिन्थियों का पत्री में बोला जाता है, अगर कोई प्रभु में है तो वो नया सृष्टि है करके इसी वजह से कह रहा है। മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ജഡീക മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. हालेलुया, कुछ जगह पर लिखा है शारीरिक मनुष्य। ജഡീക മനുഷ്യൻ എന്ന് പറയുമ്പോൾ ആത്മീയ ജീവിതത്തിൽ വളർച്ച കുറഞ്ഞു പോയിട്ടുള്ളവരെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. शारीरिक मनुष्य का मतलब जो विश्वास में तो आया, लेकिन आत्मिक रीति से जिस तरीके से परमेश्वर चाहता है उस तरीके से उन्नति नहीं पाया। ആത്മീയ ചിന്തയിലും അപ്പോസ്തലൻ പൗലോസ് കൊടുത്ത നല്ല പദങ്ങളാണ് പറഞ്ഞിരുന്നത്. നമ്മൾ ജഡീക മനുഷ്യരാകരുത്, ആത്മീയ മനുഷ്യരായി ജീവിക്കണം. हालेलुया, प्रेरित पौलुस हालेलुया हमको ये बता रहा है कि तुम शारीरिक मनुष्य ना बने, आत्मिक मनुष्य बनने के लिए हमको प्रभु चेतावनी दिया है। ആത്മീയ മനുഷ്യൻ എന്ന് പറയപ്പെട്ടിരിക്കുന്ന ഒരു പദം ബൈബിളിൽ ആത്മീയ മനുഷ്യൻ എന്ന് ദൈവം വിളിക്കുന്നുണ്ട്. हालेलुया, एक जगह पर प्रभु ये वचन के अंदर लिखा है, तुम एक आत्मिक मनुष्य बने। നമ്മുടെ ജീവിതകാലം മുഴുവൻ ആത്മീയരായിട്ട് നമുക്ക് നന്നായി ജീവിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. हालेलुया, हमारे जीवन में हमेशा हालेलुया हम लोग आत्मिक व्यक्ति बनकर बने रहे। ആത്മീയരായിട്ട് നമുക്ക് ജീവിക്കാൻ ദൈവം തീർക്കട്ടെ. आत्मिक लोग बनकर प्रभु में बने रहे। പരിശുദ്ധാത്മാവ് നമ്മെ നയിച്ചുകൊണ്ടിരിക്കട്ടെ. पवित्र आत्मा आपको इस्तेमाल करते पाए, अगुवाई करने पाए। പരിശുദ്ധാത്മാവിന്റെയും ദൈവത്തിന്റെ സാന്നിധ്യം ഒക്കെ അനുഭവിക്കണമെങ്കിൽ നമ്മൾ ഒരു ആത്മീയ മനുഷ്യനായിട്ട് തന്നെ നിൽക്കണം. प्रभु की उपस्थिति को और पवित्र आत्मा की अगुवाई से अगर आपको चलना है तो आपको एक आत्मिक मनुष्य बनकर रहना पड़ेगा। മറ്റൊരു പേരാണ് കാണാൻ കണ്ടത് രണ്ടാം മനുഷ്യൻ. അത് കർത്താവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. हालेलुया, एक और जगह बोला है दूसरा मनुष्यत्व के बारे में बोला हुआ है। നമുക്കറിയാം രണ്ടാം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് വന്ന ജീവന്റെ അപ്പം എന്ന ആ പദത്തിന് ശരിയായിട്ടുള്ള അർത്ഥം. वहां लिखा है दूसरा मनुष्य यीशु मसीह के बारे में बोला है, वो स्वर्ग से आया हुआ परमेश्वर का रोटी। യേശു കർത്താവ് ലോകത്തിലേക്ക് വന്നത് കൊണ്ടാണ് നമ്മൾ ഇന്ന് നല്ല മിടുക്കന്മാരായിട്ട് ദൈവത്തിന്റെ മനുഷ്യരായി മാറാൻ കാരണം. हालेलुया, यीशु मसीह स्वर्गीय महिमा को छोड़कर ये पाप वाला दुनिया में आकर हमको हालेलुया गोद लिया। इसी वजह से है हम आज उत्साह के साथ धरती पर जीवन बिता रहा है। എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെല്ലാം ദൈവത്തിന്റെ സമ്പത്തുകളാ. ദൈവത്തിന്റെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സമ്പത്തുകളാ ഈ സന്ദേശം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. मेरे को सुनने वाला हर एक व्यक्ति प्रभु की धन है, प्रभु की संपत्ति है। ദൈവത്തിന് വേണ്ടി വളരെ വിശ്വസ്തയോടെ നിൽക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. प्रभु के लिए वफादारी के साथ, विश्वास योग्यता के साथ रहने के लिए हम हर एक लोगों को प्रभु सहायता करे। പുതിയ നിയമത്തിലെ പൗലോസ് അപ്പോസ്തലൻ നമുക്ക് ആത്മീയരെ ദൈവത്തിന്റെ മനുഷ്യൻ എന്ന് സംബോധന ചെയ്ത് പറഞ്ഞിരിക്കുന്നു. हालेलुया, नया नियम में प्रेरित पौलुस परमेश्वर की मनुष्य करके हालेलुया हमको बोला हुआ है। എന്നാൽ പുതിയ നിയമത്തിലെ പഴയ നിയമത്തിലെ അല്ലെങ്കിൽ നമുക്ക് പുറകോട്ട് നമ്മൾ ഇറങ്ങി ചിന്തിക്കുമ്പോൾ പഴയ നിയമത്തിൽ കാണുന്ന ദൈവത്തിന്റെ പ്രതിപുരുഷൻ അല്ലെങ്കിൽ ദൈവപുരുഷൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. ദൈവപുരുഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. हालेलुया, पुराना नियम में हम देख सकता है परमेश्वर का पुरुष करके बोला हुआ है। പുതിയ നിയമത്തിൽ ദൈവമക്കളെ ദൈവത്തിന്റെ മനുഷ്യൻ എന്ന് സംബോധന ചെയ്യുമ്പോൾ പഴയ നിയമത്തിൽ ദൈവപുരുഷൻ എന്നാ സംബോധന ചെയ്യുന്നത്. हालेलुया, परमेश्वर का पुरुष, परमेश्वर का मनुष्य करके पुराना नियम में जब बोला है वही बात नया नियम में लिखा है, परमेश्वर का मनुष्य। നമുക്കറിയാം ദൈവപുരുഷൻ എന്ന് പറയും, മോശയെ കുറിച്ച് പറയുമ്പോൾ മോശ ദൈവപുരുഷനായിരുന്നു. हालेलुया, मूसा के बारे में लिखा है
मूसा परमेश्वर का मनुष्य, ശമൂവേൽ പ്രവാചകൻ ദൈവപുരുഷനായിരുന്നു. शमूएल जो भविष्यवक्ता है परमेश्वर का मनुष्य था. നമുക്കറിയാം ദൈവനെ വായിച്ചു വരുമ്പോ കാണാൻ കഴിയുന്നത് ഏലീശ ദൈവപുരുഷനായിരുന്നു. प्रभु का दास भविष्यवक्ता एलीशा परमेश्वर का पुरुष था. കാലാകാലഘട്ടങ്ങളിലൊക്കെ ദൈവം തന്റെ ദൈവത്തിന് വേണ്ടി തന്റെ മക്കളെ ദൈവം ഇങ്ങനെ വേർതിരിച്ച് പദവികളിലൂടെ ദൈവം നടത്തുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. अलग अलग टाइम में परमेश्वर अपनी बच्चों को हालेलुया अलग अलग समय पर अलग करके परमेश्वर का संतान बनाया हुआ है. അതുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ പുരുഷന്മാരായി ദൈവത്തിന്റെ സമ്പത്തുകളായി ദൈവത്തിനോട് നിൽക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. हालेलुया. इसलिए हम लोग सब परमेश्वर की बच्चे लोग बनकर ये धरती पर एक सही जीवन जीने के लिए प्रभु हमारे जीवन में सहायता करे. മോശയുടെ ജീവിതത്തിൽ നമുക്കറിയാം ഒരു പഴയ കാലം ഉണ്ടായിരുന്നു. मूसा के जीवन में भी एक पुराना समय होता था. പക്ഷെ ആ കാലം ഒരു ദൈവപുരുഷന്റെ കാലമായിരുന്നില്ല. लेकिन वो समय पुराना समय एक परमेश्वर का मनुष्य के द्वारा नहीं था. ദൈവത്തിന്റെ വിളിയും ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പും തന്റെ ജീവിതത്തിൽ വ്യക്തമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ താൻ ഒരു ദൈവപുരുഷനായി മാറി എന്നാ തിരുവെടുത്ത് വായിക്കുന്നത്. हालेलुया. प्रभु की वचन जब हम पढ़ते हैं, प्रभु की वचनों को प्रभु की हुक्म के अनुसार जब चलने लगा तो वहां लिखा है मूसा परमेश्वर का मनुष्य. നമുക്കറിയാം അത് കഴിഞ്ഞിട്ട് ദൈവത്തിന്റെ ഇടപെടലുകളെല്ലാം ദൈവത്തിന്റെ ആ ദാസനോട് ദൈവത്തിന്റെ ദൈവപുരുഷനായിട്ടുള്ള ആ വലിയ ബന്ധത്തിലാണ് ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. उसके बाद जब मूसा जब नया व्यक्ति बन गया, एकदम परमेश्वर की खास व्यक्ति की तरह प्रभु उनको हालेलुया बातचीत वार्तालाप करता है. തന്റെ സമൂഹത്തിനൊക്കെ കൊടുത്തത് ഏറ്റവും വിലപ്പെട്ടതായിട്ടുള്ള ദൈവപുരുഷൻ ലഭിക്കേണ്ട അനുഗ്രഹിക്കപ്പെട്ട ചിന്തകൾ തന്റെ സമൂഹത്തിന് കൊടുക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. हालेलुया. उसके बाद एक प्रभु की पुरुष मनुष्य को किस तरीके से इस्तेमाल होना है उतनी अभिषेक प्रभु ने मूसा को दिया. ഞാൻ മറ്റൊരു കാര്യം ഓർക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശമൂവേലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവൻ ദൈവപുരുഷൻ എന്ന് ദൈവത്തിന്റെ വചനത്തിൽ വായിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. शमूएल के बारे में भी लिखा है, परमेश्वर का मनुष्य करके लिखा है. കീശ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ധനികനായ മനുഷ്യന്റെ മകനായിരുന്നു ദൈവനെ വായിക്കുമ്പോൾ നമുക്കറിയാം ശൗല്. हालेलुया. कीस करके जो बहुत बड़ा धनिक व्यक्ति का बेटा था, साउल करके वो इस्राएल का पहला राजा. ഒരിക്കലെ പിതാവിന് തന്റെ വീട്ടിലുണ്ടായിരുന്ന കഴുത കാണാതെ പോയപ്പോൾ നോക്കിയ അന്വേഷണത്തിന് വേണ്ടി ഈ മകൻ പുറപ്പെടുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. साउल जो राजा बनने से पहले वो अपनी पप्पा का गद्दियों को ढूंढकर हालेलुया खो गए थे, उसको ढूंढकर निकला हुआ है. ഭൃത്യനുമായിട്ട് ഒരുമിച്ചുള്ള യാത്രയിൽ അവര് ദിവസങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്തു. जब उनके सहायक के साथ नौकर के साथ जब साउल यात्रा कर रहे थे, तब परमेश्वर की दास के बारे में सुना गया. ഭൃത്യൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, നമ്മുടെ നാട്ടിൽ ഒരു ദൈവപുരുഷനുണ്ട്, നമ്മുടെ നാട്ടിൽ ഒരു ദൈവപുരുഷൻ ഇവിടെ ഉണ്ടെന്ന് പറയാനായിട്ട് ഇടയായി. तब उसकी नौकर साउल से कहता है, इस देश में हालेलुया एक खास करके एक व्यक्ति है, वो एक परमेश्वर का मनुष्य है. പഴയ നിയമത്തിലെ ആ ദൈവപുരുഷന്റെ ക്വാളിറ്റി ഒരു പ്രധാനപ്പെട്ടതായിരുന്നു എന്ന് തിരുവെടുത്ത് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു. हालेलुया. वो पुराना नियम में लिखा है, ये प्रेरित नहीं, शमूएल भविष्यवक्ता के बारे में हालेलुया बहुतायत से प्रभु ने इस्तेमाल करने वाला एक व्यक्ति है. ഒന്ന് ശമൂവേലിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 6 മുതൽ വാക്യങ്ങളിൽ ആ ക്വാളിറ്റി വ്യക്തമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. पहला शमूएल 9 अध्याय उसका 6 वचन से व्यक्ति अच्छी तरह से खास करके लिखा हुआ है शमूएल के बारे में. ഭൃത്യൻ വളരെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു, മാന്യനായ ഒരു ദൈവപുരുഷൻ ഇവിടെ ഉണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. മാന്യനായ ഒരു ദൈവപുരുഷൻ, आदर की योग्य एक परमेश्वर का मनुष्य इस जगह में है करके शाऊल को अपना दास परिचय दे रहा है. ദൈവത്തിന്റെ മനുഷ്യന് ദൈവത്തിന്റെ മക്കൾക്ക് എല്ലാം വലിയ പ്രത്യേകതകളുണ്ട്. परमेश्वर को लोगों को खास करके विशेष गुणे हैं. നമുക്കെല്ലാം വലിയ പ്രത്യേകതകളുണ്ട്. हम सब खास व्यक्ति है. ദൈവമക്കൾക്ക് ഓരോ പ്രത്യേകതകൾ ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. हर एक प्रभु की दासों और दासियों बच्चों को एक विशेष का स्वभाव उनके जीवन में है. നമ്മുടെ ആ മാന്യത വളരെ വ്യക്തമായി കാത്തു സൂക്ഷിച്ച് വിശ്വസതയോടെ ദൈവത്തിനോട് നിൽക്കണം. प्रभु की नाम के द्वारा जो हमको मिला वो आदर बिल्कुल आप बचा कर रखे, उसी में बने रहे. നമുക്കറിയാം മാന്യത എന്ന് പറയുന്ന പദത്തിന്റെ പ്രത്യേകത, ചില പ്രത്യേകതകളുണ്ട്. जो आदर प्रभु की नाम की वास्ते जो हमको मिला उसमें कुछ खास बातें हैं. കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞല്ലോ,
നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാകുന്നു എന്നല്ലേ പറഞ്ഞത്? हालेलुया। प्रभु यीशु मसीह अपने चेलों को कहा, अपने पास आने वाले को कहा, तुम धरती का नमक हो। നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമെന്നല്ലേ കർത്താവ് ചൂണ്ടിക്കാണിച്ചത്? और दोबारा बोले, तुम धरती के लिए तुम उजियाला हो। നമ്മുടെ ജീവിതത്തിലുള്ള മാന്യതകളാ ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. हालेलुया। हमारे बारे में जो आदर की योग्य पदे हैं, जो प्रभु यीशु मसीह अपने मुंह से कहा। ഉപ്പിന്റെ രസം എന്ന് പറഞ്ഞാൽ അതാ അതിന്റെ മാന്യത. हालेलुया। जो नमक है उसका स्वाद है, नमक का जो कायम करता है। അതില്ലെങ്കിൽ നമ്മൾ അറിയാം, അത് നമുക്ക് ലോകത്തിൽ ദൈവം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും കൊള്ളത്തില്ലെന്നാ പറഞ്ഞു. नमक जो चीज में अगर नमक का जो स्वाद नहीं है तो वो कोई काम का नहीं, वो मनुष्यों को कुचलने के लिए ही होगा। അതുകൊണ്ട് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള രസവും മാന്യതകളും എല്ലാം കാത്തു സൂക്ഷിച്ച് വിശ്വസതയോടെ ദൈവത്തിനോട് നിൽപ്പാൻ ദൈവം സഹായിക്കട്ടെ. प्रभु ने हमारे अंदर दिया हुआ स्वाद और हमारे अंदर दिया हुआ आदर की बातों को हम वफादारी के साथ बने रखें। നമ്മുടെ ജീവിതം ധന്യകരമായ ക്രിസ്ത്യ ജീവിതം ചെയ്യുവാൻ ദൈവം സഹായിക്കട്ടെ. हम एक आशीष वाला मसीह जीवन जीने पाए। നമ്മുടെ ജീവിതം വളരെ പവിത്രമായ ജീവിതം നയിപ്പാൻ ദൈവം സഹായിക്കട്ടെ. हमारे जीवन एक बड़े पवित्र, एक हालेलुया विशुद्ध जीवन जीने के लिए प्रभु हमको सहायता करे। നമ്മുടെ ജീവിതം അതിനിടയായി തീരട്ടെ എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. बहुतेरे लोगों को प्रभु की ओर लाने के लिए प्रभु हमको इस्तेमाल करने पाए। കർത്താവിന് വേണ്ടി നിൽക്കുന്നവരെല്ലാം കർത്താവ് മാന്യമായിട്ട് ദൈവം അവർക്ക് മാന്യതയും ബഹുമാനവും നൽകി ദൈവം മാനിക്കുവാനായിട്ട് ഇടയായി തീരും. प्रभु की योग्यता के अनुसार जो भी व्यक्ति धरती पर रहते हैं, हर एक व्यक्तियों को प्रभु आदर करता है, ये पक्का है। അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കർത്താവിനോട് എന്നും ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. वो आदर अगर आपके जीवन में प्रभु के द्वारा जो अनुग्रह आपको मिलना है, तो प्रभु की वचन के अनुसार, प्रभु के नाम के द्वारा आप ये स्वभावों को लेकर बने रहिए। നമുക്ക് ഒത്തിരി സ്നേഹിതരും സുഹൃത്തുക്കളും ഒക്കെ നമുക്ക് ഉണ്ടാകാം, എന്നാൽ യേശു കർത്താവ് നമ്മുടെ നല്ല സ്നേഹിതനായിട്ട് എപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകട്ടെ. हमको बहुत तेरे दोस्त होगा, बहुत तेरे खास लोग होगा, लेकिन हमारे पर यीशु मसीह हमारे सबसे अच्छे हालेलुया दोस्त है। മാന്യതയും അനുഗ്രഹവും ദൈവം നമുക്ക് നൽകി നമുക്ക് ദൈവം നമ്മെ മാനിക്കുവാനായിട്ട് ഇടയായി തീരും. हमको आदर और हालेलुया विशेषताएं देकर प्रभु हमको हालेलुया बचा के रखे। നോക്കിക്കേ, ഈ ദൈവപുരുഷന്റെ ജീവിതത്തിലെ രണ്ടാമത്തെ ഒരു കാര്യമാണ് അവൻ പറയുന്നതെല്ലാം ഒത്തുവരുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. हालेलुया। वहां शमूएल के बारे में लिखा है, ये जो परमेश्वर का मनुष्य जो भी कहता है सब हो जा रहा है। നമുക്കറിയാം, പ്രവൃത്തിയും ജീവിതവും എല്ലാം ഒരുപോലെ പോകുന്ന ഒരു വ്യക്തിത്വം. हालेलुया। उनका कार्य और उनकी जीवन एक साथ चलने वाला एक जीवन। നമ്മുടെ ജീവിതകാലം മുഴുവൻ സത്യത്തിന് വേണ്ടി, ആ വിശ്വസതയ്ക്ക് വേണ്ടി എപ്പോഴും അത് വില കൊടുത്ത് മുമ്പോട്ട് പോകാൻ ദൈവം സഹായിക്കട്ടെ. हालेलुया। सच्चाई के लिए अपने जीवन में दाम चुकाकर हम आगे बढ़ने के लिए प्रभु आपको सहायता करे। നമ്മുടെ വാക്കും പ്രവൃത്തി എല്ലാം കറക്റ്റ് ആയിട്ട് പോകുന്നു, അത് നമ്മെ ദൈവം അനുഗ്രഹിക്കുന്നത്. हालेलुया। अगर आपकी बातचीत और आपकी जीवन का कार्य अगर एक साथ जब आप चलेगा, तो बस प्रभु में आप है करके है। മൂന്നാമത്തെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞ അവൻ പോകേണ്ടുന്ന വഴി പറഞ്ഞു തരുമെന്നാ പറഞ്ഞിരിക്കുന്നത് ആ ദൈവദാസനെ കുറിച്ച്. वहां शमूएल के बारे में लिखा, वो साउल का दास उसको बोल रहा है, हमको जिस रास्ते से जाना है ये प्रभु का ये मनुष्य बता कर देगा आपको। ഒരു ദൈവത്തിന്റെ പൈതലിന് ലോകത്തിന് ചിലത് കൊടുക്കുവാനായിട്ടുണ്ട്, നമ്മുടെ സ്നേഹിതർക്ക് കൊടുക്കുവാനായിട്ടുണ്ട്, നല്ല മാതൃകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നാണ് ഞാൻ ഓർപ്പിക്കുന്നത്. हालेलुया। प्रभु की बच्चों को ये धरती पर देने के लिए कुछ एक नमूना, कुछ एक मातृका हालेलुया आपके पास प्रभु दिया हुआ है, वो आपके द्वारा दुनिया में प्रकट होना करके परमेश्वर चाहते हैं। അതുകൊണ്ട് നമുക്ക് നല്ല ശമൂവേൽമാരായിട്ട് ദൈവത്തിന് വേണ്ടി നിൽക്കാം. इसलिए हम अच्छे शमूएल भविष्यवक्ता की तरह बने रहे। നല്ല ഏലീശമാരായ ദൈവത്തിനോട് നിൽക്കാം. अच्छे एलीशा भविष्यवक्ता की तरह हम धरती पर बने रहे। നല്ല മോശയെ പോലെ ദൈവത്തിന് വേണ്ടി നമുക്ക് നിൽക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. अच्छे मूसा की तरह हम धरती पर बने रहे। അതുകൊണ്ട് നമ്മുടെ ജീവിതം ധന്യകരമായ ജീവിതം നയിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. इसलिए ये आशीष वाला जीवन बिताने के लिए प्रभु हम एक एक को सहायता करे। പഴയ നിയമത്തിലെ ദൈവപുരുഷൻ എന്നിങ്ങനെ സംബോധന ചെയ്യുമ്പോൾ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഒരു ദൈവത്തിന്റെ ശിക്ഷന് കൊടുത്തിരിക്കുന്ന ഏറ്റവും മാന്യമായ പേരാണ് ദൈവത്തിന്റെ മനുഷ്യൻ എന്നുള്ളത്. हालेलुया। जब पुराना नियम में परमेश्वर का मनुष्य के बारे में जब लिखा है, तो नया नियम में लिखा है परमेश्वर का जन।
നമുക്ക് ദൈവത്തിന്റെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ലോകവുമായി ചേർന്ന് പോകാൻ പറ്റുന്ന നമ്മുടെ ഒരു ഓട്ടക്കളത്തിൽ തന്നെയാണ്. हालेलुया, जब हम परमेश्वर का जन होने के वजह से हम धरती की लोगों की तरह जीवन नहीं बिता सकता, हम एक हालेलुया दौड़ का मैदान में हैं. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ കത്തി ജ്വലിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന നല്ല വിശുദ്ധന്മാരെ അപ്പോസ്തലൻ ചൂണ്ടിക്കാണിക്കുന്ന നമുക്ക് കാണാൻ കഴിയുന്നു. हालेलुया, इब्रानियों का पत्री 11 अध्याय के अंदर अच्छे हालेलुया ज्वलन के द्वारा दौड़ने वाला कुछ लोगों को प्रभु का दास दिखाता है. 12-ാം അധ്യായത്തിലേക്ക് കടന്നു. അതുകൊണ്ടാണ് പറഞ്ഞ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. इसलिए उसका 12 अध्याय में यह लिखा, इस कारण जबकि गवाहियों का ऐसा बड़ा बादल हमको घेरे हुए है करके लिखा है. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ ഓട്ടക്കളത്തിൽ വളരെ വിശ്വസതയോടെ ദൈവത്തിന് വേണ്ടി നിൽപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. हालेलुया, ये दौड़ का मैदान में हम लोग सब मिलकर हालेलुया प्रभु के वफादारी के साथ चलने के लिए प्रभु हमको സഹായത करने पाए. കർത്താവിന്റെ കൃപയിൽ നാം നിൽക്കുന്നുവെങ്കിൽ മുമ്പോട്ട് ഓടുവാനായിട്ട് ആവശ്യമായ കൃപ ദൈവം നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. अगर प्रभु की अनुग्रह में अगर आप बने रहेगा तो प्रभु हमको आगे बढ़ने का, धीरज से दौड़ने का सामर्थ्य हमको देगा. നമ്മുടെ കാലുകൾക്ക് അവൻ മാൻപയുടെ കാലുകൾക്ക് പോലെ അവൻ ബലം നൽകുവാനായിട്ട് ഇടയായിട്ട് വരും. हरनी की पैरों की तरह सामर्थ्य प्रभु हमारी जीवन में देगा. മുമ്പിലുള്ള മതിലുകളെ ചാടിക്കടന്ന് ഓടുവാനായിട്ട് ദൈവം കൃപ നമുക്ക് നൽകുവാനായിട്ട് വരും. हालेलुया, आपका सामने का हालेलुया दीवारों को खुजल कर आगे बढ़ने का സഹായത പ്രഭു കരേगा. ജീവിതകാലം മുഴുവൻ ദൈവത്തിന് കൊള്ളാവുന്ന ദൈവത്തിന് മനുഷ്യനായി നമുക്ക് നിൽക്കുവാനായിട്ട് കർത്താവ് സഹായിക്കട്ടെ. प्रभु हमको परमेश्वर का जन बनकर ये धरती पर रहने के लिए प्रभु हमको सहायता करेगा. നമുക്കറിയാം അവിടെ വാക്യങ്ങൾ വായിക്കുമ്പോൾ എന്നിട്ട് പറയാം, നീയോ ദൈവത്തിന് മനുഷ്യനായുള്ളൂ അത് വിട്ടോടിയിട്ട് നമ്മളെ എന്നിട്ട് പറയാണ്, നോയിക്ക് വിട്ടോടാണെന്ന് എടുത്ത് പറഞ്ഞിട്ട് ചില ക്വാളിറ്റി പിൻപറ്റുവാൻ വ്യക്തിപരമായി പറഞ്ഞിരിക്കുകയാണ്. वहां प्रभु का दास प्रेरित पौलोस तिमोथियोस को बोलता है, हालेलुया, हे परमेश्वर का जन, तू इन बातों से भाग. നമുക്കറിയാം നമ്മളെ പിടിച്ച് പുറകോട്ട് കൊണ്ടുപോകുന്ന ഒത്തിരി ഘടകങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. हालेलुया, हमको पीछे खींचने वाला बहुतेरे बात ये धरती पर है. അതൊന്നും നമ്മെ കീഴ്പ്പെടുത്തുവാൻ നമ്മൾ അനുവദിക്കരുത്. वो हमको दबाने का हम अवसर ना दे. ഓട്ടങ്ങളിൽ നമുക്ക് വിശ്വസതയോട് ഓടുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ. दौड़ का मैदान में जो प्रभु ने दिया हुआ दौड़ को सही रीति से दौड़ने के लिए प्रभु हमें सहायता करे. ആ കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞ് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതം എപ്പോഴും വേണമെന്ന് അപ്പോസ്തലൻ ഓർപ്പിച്ച് പറയുകയാണ്. हालेलुया, हमारी जीवन में वो दौड़ में ऐसी कुछ एक खास बातें हमेशा हमारे जीवन में बना रखे, पीछा करने के लिए बोला हुआ है. ठीक है, ओके. ദൈവം അനുഗ്രഹിക്കട്ടെ. प्रभु आशीष देने पाए. കേൾക്കാം. ഓക്കെ, വെരി ഗുഡ്. പ്രൈസ് ഗോഡ്. കേൾക്കാൻ കഴിയുമോ? എനിക്ക് ഹലോ, കേൾക്കുന്നുണ്ട്? കേൾക്കാമോ പാസ്റ്ററെ? പ്രൈസ് ദി ലോർഡ്. കേൾക്കാമോ? കേൾക്കാമോ ഞാൻ പറയുന്നേ? പ്രൈസ് ദി ലോർഡ്. जय मसीह. കാനായിട്ട് ദൈവം സഹായിക്കട്ടെ. प्रभु का जन बनकर प्रभु में बने रहने के लिए प्रभु हमारे जीवन से चाहते हैं. ദൈവ മനുഷ്യനിൽ വേണ്ട ചില ഗുണവിശേഷങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. प्रभु हमसे कुछ एक बातों को, गुणों को നമ്മുടെ ഭാഗം എപ്പോഴും നീതിക്ക് വേണ്ടി ഭക്തിക്ക് വേണ്ടി ദൈവത്തിന് നിൽക്കണം. हालेलुया, प्रभु हमसे बोल रहा है, तुम प्रभु നീതി എന്ന് പറയുമ്പോൾ ദൈവത്തിനും പറഞ്ഞ ഞാൻ മനസ്സിലാക്കുന്നു ദൈവഹിതമെന്നാണ് അതിന്റെ അർത്ഥം. നീതി എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു ദൈവഹിതമെന്നാണ് ആ വാക്കിന്റെ അർത്ഥം. പാസ്റ്റർ ഞാൻ പറയുന്നതിന് മുമ്പാ പറയുന്നത്, പാസ്റ്റർക്ക് കേൾക്കാത്തത് കൊണ്ടാണ്. ഞാൻ പറയുന്നതിന് മുമ്പാണ് പാസ്റ്റർ പറയുന്നത്. അത് പാസ്റ്റർക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു സെക്കൻഡ്, ഒന്നുകൂടെ പാസ്റ്ററെ ഒന്നും കൂടെ ഔട്ടായിട്ട് ഒന്നും കൂടെ വരാമോ? നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ദൈവത്തിന്റെ മനുഷ്യരായി ദൈവത്തിന് വേണ്ടി വിശ്വസതയോടെ നിൽക്കാം. हालेलुया, हम प्रभु की धार्मिकता में बने रहे, प्रभु के लिए हम खड़े रहे. പാസ്റ്റർ പറഞ്ഞത് എനിക്ക് കേൾക്കുവാനായിട്ട് കഴിയുന്നില്ല, എങ്കിലും
ഇനി ഒരു അവസരത്തിൽ നമുക്ക് ദൈവത്തിന് ശാന്തമായി നമുക്ക് ചിന്തിക്കാൻ കഴിയും. പാസ്റ്റർ ദൈവം അനുഗ്രഹിക്കട്ടെ, പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആഗ്രഹിക്കുന്നു, ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി സ്തോത്രം. പ്രിയ കർത്താവിന്റെ ദാസനെയും കർത്താവിന്റെ ദാസിയെയും കുഞ്ഞുങ്ങളെയും ഓർത്ത് സ്തോത്രം. വലിയ ദർശനത്തോടെ, വലിയ കാഴ്ചപ്പാടോടെ തന്റെ മക്കൾ കർത്താവ് യൂപ്പിൽ വർക്ക് ചെയ്യുന്നല്ലോ. ദാസനെ മാനിക്കണമേ, പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ, അവിടെയുള്ള വിശ്വാസ കുടുംബങ്ങളെ ശക്തീകരിക്കണമേ. ധാരാളം ആത്മാക്കൾ കർത്താവിലേക്ക് കടന്നു വരുവാൻ ഒരുക്കണമേ. ഈ കൊറോണയുടെ പ്രത്യേക സാഹചര്യത്തിൽ ദൈവത്തിന്റെ കരുതലുകൾ നൽകണമേ. ദാസനെയും കുടുംബത്തെയും അനുഗ്രഹിക്കുന്നു. ഈ നൽകിയ നല്ല കൂട്ടായ്മയ്ക്കായിട്ട് ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്യുക. അവിടുത്തെ കൃപ കൊണ്ട് പൊതിഞ്ഞാട്ടെ, തൃക്കൾ സമർപ്പിക്കട്ടെ, മഹത്വം എടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ദൈവം അനുഗ്രഹിക്കട്ടെ. പാസ് പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. എനിക്ക് അവസരം നൽകിയതിന് വലിയ നന്ദിയുണ്ട്. ദൈവം അനുവദിച്ചാൽ വീണ്ടും നമുക്ക് ബന്ധപ്പെടുവാൻ കഴിയും. തീർച്ചയായിട്ടും. നിങ്ങൾ പ്രാർത്ഥിച്ചോളാം. താങ്ക് യു.